സമൂഹ മാധ്യമങ്ങളിൽ ഒരു കല്യാണം വിളി വൈറലാണ് ഇപ്പോൾ. കല്യാണം വിളിച്ചു കഴിഞ്ഞ വീട്ടുകാരൻ സ്ഥലത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നോട് പറഞ്ഞില്ല എന്ന് പിന്നെ ഒരു പരാതി പറയരുതല്ലോ. CCTV നോക്കി നേരെ അങ്ങ് വിളിച്ചു, വരണം എല്ലാവരും കല്യാണം. കല്യാണത്തിന് എല്ലാവരെയും കൂട്ടി വിട്ടാക്കണം. കല്യാണം ഒന്ന് വിളിച്ചിട്ടുണ്ട്. കല്യാണത്തിന് എല്ലാവരെയും കൂട്ടി വിട്ടാക്കണം. ലാൽകൃഷ്ണൻ ചേർന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ലാൽ. എനിക്ക് ചിരി അടക്കാനേ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ വിളിച്ചൊരു സ്റ്റൈലുണ്ടല്ലോ ആ ചേട്ടൻ്റെ, അതങ്ങ് പൊളിച്ചു അല്ലേ? നമ്മൾ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നൊക്കെ പറയുന്ന പോലെ ഇനിയിപ്പോൾ കല്യാണം വിളിച്ചില്ല എന്ന് സോമൻ ചേട്ടനും പരാതി പറയാൻ പറ്റില്ല. ആൾക്കാരെല്ലാവരും കാണുകയും ചെയ്തു, സോമൻ ചേട്ടനെ വിശദമായിട്ട് വിളിക്കുകയും ചെയ്തു. സോമ വീട്ടിലെല്ലാവരും കല്യാണം വിളിച്ചിട്ടുണ്ട്, വീട്ടുകാരെല്ലാവരെയും കൂട്ടി കല്യാണത്തിന് വരണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് പല ആളുകൾക്കും ഒരു പരാതി ഉണ്ടാവും. വീട്ടിലൊന്ന് കല്യാണമൊക്കെ വിളിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എപ്പോൾ വിളിച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ എന്നൊരു പരാതി പലർക്കും പലപ്പോഴും പറയാനുള്ളൊരു കാരണമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്നാൽ പിന്നെ അങ്ങനെ ഒരു കാരണത്തിന് ഇനി വകയില്ല എന്നുള്ളതാണ് സത്യം. ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം ഇപ്പോൾ CCTV ക്യാമറയുണ്ട്. ചില CCTV ക്യാമറ അല്ല ഇതുപോലെ ഓടിയെടുക്കുന്ന CCTV ക്യാമറകളും കാര്യങ്ങളും സംവിധാനങ്ങളും എല്ലായിടത്തും ആയി വന്നിട്ടുമുണ്ട്. അപ്പം പിന്നെ വീട്ടിൽ അദ്ദേഹം കല്യാണം വിളിക്കാൻ വന്നതാണ്. വീട്ടുകാരെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വിളിക്കേണ്ട പ്രധാനപ്പെട്ട ഒരാൾ സോമൻ ചേട്ടനായിരുന്നു. പക്ഷേ സോമൻ ചേട്ടൻ വീട്ടിലില്ലാണ്ടായിപ്പോയി. അപ്പോൾ എന്തായാലും പിന്നെ സോമൻ ചേട്ടനെ വിളിച്ചില്ല എന്നൊരു പരാതി വേണ്ട എന്നുള്ള കാരണത്താൽ തന്നെയാണ് സോമ എന്നുള്ള രീതിയിൽ അദ്ദേഹം വിളിക്കുന്നത്. ആ വിളിക്കുന്ന ഒരു സ്റ്റൈലെല്ലാം തനി നാടൻ സ്റ്റൈൽ തന്നെയാണ്. എന്തായാലും സംഭവം വൈറലായിട്ട് എല്ലാ മേഖലയിലൂടെയും പോകുന്നുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ കമൻറ്റ് നോക്കുന്ന സമയത്ത് പ്രദീപേട്ടൻ്റെ ഒരു കല്യാണം വിളി എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കല്യാണം വിളിച്ച ചേട്ടൻ്റെ പേരായിരിക്കാം പ്രദീപേട്ടൻ എന്നുള്ളത്. ഏതാ സ്ഥലം എങ്ങനെയാണ് ഏരിയ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. എന്ത് തന്നെയാണെങ്കിലും ആ കല്യാണം വിളി ഉഷാറായി പോയിട്ടുണ്ട്. മിക്കവാറും സോമൻ ചേട്ടൻ ഇതിനോടകം തന്നെ കല്യാണത്തിന് പോയിട്ടുണ്ടാകും. കല്യാണം വിളിച്ചയാളും സോമൻ ചേട്ടനും വൈറലായി ഓടുന്നുമുണ്ട്.